വീട്ടുകാരും പറയണതല്ല, നാട്ടുകാർ പറയണതാ. പറഞ്ഞോട്ടെ, ഇവള് പട്ടിയോ പൂച്ചയോ ആരോ ആയിക്കോട്ടെ, എന്റെ പെണ്ണ, നിന്റെ ഏട്ടത്തിയ. രാജിയെ പോലെ ഇവക്കും ഇല്ലടാ ഇവിടെ ഒരു സ്ഥാനം. ഞാൻ പറയുമ്പോ വിഷമം തോന്നരുത്. എനിക്ക് ഈ നാട്ടിൽ ഇപ്പൊ ഒരു നിലയും വിലയുണ്ട്. ഇത്രയും നാള് ഏട്ടനെ കുറിച്ച് പലരും പലതും പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ അത് കേട്ടില്ല എന്നടിച്ചു. അതുപോലെ അല്ലേത്, ഞങ്ങൾക്ക് ഇവിടെ തലപൊക്കി നടക്കണം. ശരിയാ മോനെ, ഏട്ടനൊന്നും ആലോചിച്ചില്ല. നിങ്ങളൊക്കെ വളർന്നു, പഠിപ്പുണ്ട്, പദവിയുണ്ട്. ഏട്ടനൊന്നും ആലോചിച്ചില്ല. എന്നെ തിരിച്ചുകൊണ്ട് വിട്ടാ മതി. എങ്ങോട്ട്? ഞാൻ പോയിക്കോളാം. തിരിച്ചുകൊണ്ട് വിടാനല്ല നിന്നെ വിളിച്ചോണ്ട് വന്ന്. ഈ ലോകം വീണ് നിർത്തോട്ടെ, ഞാനുണ്ട് നിനക്ക്. അമ്മ, അമ്മയ്ക്ക് മാനക്കേട് കാണും. അമ്മ ഇതെന്ത് തീരുമാനിച്ചിട്ടാ? അമ്മേ, ഈ നിമിഷം ഞങ്ങൾ ഇവിടെ ഇറങ്ങും. സുധേ പിന്നെ ഇങ്ങോട്ട് വരുന്നു വിചാരിക്കണ്ട. ആരും വേണ്ട, എനിക്കെന്റെ മോൻ മാത്രം മതി. മോളെ, വേണ്ടമ്മേ, അമ്മയുടെ മനസ്സ് മാത്രം മതി ഞങ്ങൾക്ക്. അമ്മയാ പറയണത്. മോളിത് പിടിക്ക, എന്നിട്ട് വലതുകാലം വെച്ച് കയറുക. അനുസരണക്കേടാന്ന് വിചാരിക്കരുത്. അമ്മയില്ലാത്ത കുട്ടിയാ ഞാൻ. ഇപ്പോ എനിക്ക് അമ്മയുണ്ട്. അമ്മേന്റെ മോളെന്ന് വിളിച്ചില്ലേ, അത് മതി എനിക്ക്. എവിടെയാണെങ്കിലും ഞങ്ങൾ അമ്മയുടെ കൂടെയുണ്ട്. ഇവിടെ വീട്ടിൽ കയറിയ അമ്മയുടെ 3 മക്കളും അമ്മ വിട്ടു പോവും. അത് പാടില്ല. എല്ലാവരും ഉണ്ടാവണം അമ്മയ്ക്ക്. എല്ലാവരും ഉണ്ടാവും, എല്ലാവരും ഉണ്ടാവും. അമ്മ അമ്മ ഞങ്ങളെ അനുഗ്രഹിച്ചാൽ മതി. നന്നായി വരും, എന്റെ മക്കളെ നന്നായി വരും. മതി, സന്തോഷമേ. ഇനി ഞങ്ങൾ പോട്ടെ. ഈ അമ്മ എത്ര ഭാഗ്യം കെട്ടവളായി പോയല്ലോ.